സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷയായതിന്റെ കാരണം വെളിപ്പെടുത്തിയ അഭിരാമി. മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായികയായ അഭിരാമി സഹോദരി അമൃത സുരേഷിനൊപ്പം സ്റ്റേജ് ഷോകളിലും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ്. ഇപ്പോൾ ബിസിനസ് രംഗത്ത് തനിക്കുണ്ടായ കടുത്ത സാമ്പത്തിക ചതിയെക്കുറിച്ച് താരം പങ്കുവച്ച വാക്കുകളാണ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എങ്ങോട്ടാണ് അപ്രത്യക്ഷയായതെന്ന്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം അകന്നുപോയതെന്ന്, എന്തുകൊണ്ടാണ് മുൻപത്തെ പോലെ ഞാൻ ആളുകൾക്കിടയിലേക്ക് വരാത്തതെന്ന്. ഇതാണ് അതിനുള്ള മറുപടി. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിലും ഈ വർഷത്തിൻ്റെ തുടക്കത്തിലുമായി എൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാനും വർഷങ്ങളായി ഞാൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാനും ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ ചെന്നു വീണത് ഒരു സാമ്പത്തിക കെണിയിലായിരുന്നു. അങ്ങേയറ്റം വിശ്വസ്തനും മാന്യനും പ്രൊഫഷണലുമായി തോന്നിച്ച ഒരാളാണ് ഈ കെണി ഒരുക്കിയത്. ഈ വ്യക്തിയുടെ പേരുവിവരങ്ങൾ ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, കാരണം നിയമപരമായ നടപടികൾ പുരോഗമിക്കുകയാണ്. എനിക്കും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്നാൽ ഇതൊരു സ്ഥിരം രീതിയാണെന്നും എന്നെപ്പോലെ കൂടുതൽ ആളുകൾ ഇയാളുടെ വഞ്ചനയ്ക്ക് ഇരയായിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടാൽ മറ്റാരും ഇത്തരം ഒരു കുഴിയിൽ വീഴാതിരിക്കാൻ ഞാൻ തീർച്ചയായും പരസ്യമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സംരംഭകനെയും പോലെ തികച്ചും ആത്മാർത്ഥമായ ഒരു അവസരമായാണ് ഞാൻ അതിനെ കണ്ടത്. വാഗ്ദാനങ്ങൾ വളരെ വലുതായിരുന്നു. അവരുടെ സമീപനം വളരെ ചിട്ടയായതും വിശ്വസനീയവും ഏതാണ്ട് ഒരു ബാങ്ക് ഇടപാട് പോലെയുമായിരുന്നു. വലിയ സ്വപ്നങ്ങളുമായി സ്വന്തം നിലയിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട മനുഷ്യർക്ക് അർഹമായത് നൽകി എല്ലാറ്റിനെയും കൂടുതൽ വ്യവസ്ഥാപിതമാക്കാൻ ആഗ്രഹിച്ച ഒരാളെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വലിയ വഴിത്തിരിവാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു. ആ വാഗ്ദാനങ്ങളുടെ പുറത്ത് ഞാൻ പലർക്കും ഉറപ്പുകൾ നൽകി. ബിസിനസ് വിപുലീകരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കി, ഫണ്ടുകൾ സമാഹരിച്ചു, ആളുകൾക്ക് എൻ്റെ വാക്ക് നൽകി. ഈ പിന്തുണ വന്നു ചേരുന്ന പൂർണ്ണ പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ഭാവി മുഴുവൻ അതിനനുസരിച്ച് ക്രമീകരിച്ചു. എന്നാൽ കൃത്യമായ ആ തുക കൈമാറേണ്ട ദിവസം ആ വ്യക്തി അപ്രത്യക്ഷനായി, വെറുതെ അങ്ങനെ പെട്ടെന്ന്. പക്ഷേ അയാൾക്കൊപ്പം എൻ്റെ ബാധ്യതകൾ അപ്രത്യക്ഷമായില്ല. ഞാൻ വളരെ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്തതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണു. എൻ്റെ സാമ്പത്തിക അടിത്തറ തകർന്നു. എൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു. പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഞാൻ നൽകിയ വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വന്നു. എല്ലാറ്റിനെയും കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനും മുങ്ങിത്താഴാതിരിക്കാൻ പോരാടുന്നതിനുമിടയിൽ ഞാൻ മാനസികമായി പൂർണ്ണമായും തകർന്നുപോയി. ഞാൻ ഫോണുകൾ എടുക്കുന്നത് നിർത്തി, ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അവസാനിപ്പിച്ചു, എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ നിർത്തിവെച്ചു. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ അപ്രത്യക്ഷയായി. എന്നെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്ന നമ്പറുകൾ പോലും ഞാൻ ഉപയോഗിക്കാതായി. കാരണം ദിവസേന ആളുകളെയും അവരുടെ ചോദ്യങ്ങളെയും പ്രതീക്ഷകളെയും നിരാശയെയും നേരിടാനുള്ള ശേഷി എനിക്കിനി അവശേഷിച്ചിരുന്നില്ല. ആളുകൾ പുറം ലോകം മാത്രം കണ്ട് എല്ലാം സാധാരണ നിലയിലാണെന്ന് കരുതി. എന്നാൽ അണിയറയിൽ സമ്മർദ്ദം, ഭയം, കുറ്റബോധം, നാണക്കേട്, ഉത്കണ്ഠ, നിരാശ എന്നിവയോട് ഒരേ സമയം ഞാൻ നിശബ്ദമായി പോരാടുകയായിരുന്നു. ഇത് വെറും ഒരു സാമ്പത്തിക നഷ്ടം മാത്രമായിരുന്നില്ല, ഇതൊരു വലിയ മാനസിക ആഘാതമായിരുന്നു. എല്ലാം ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഉത്തരങ്ങൾക്കും പ്രതീക്ഷകൾക്കും പിന്നാലെ ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. എൻ്റെ ജീവിതത്തെ ഈ വലിയ പ്രതിസന്ധിയിലാക്കി പെട്ടെന്ന് അപ്രത്യക്ഷനായ ആ മനുഷ്യന് പിന്നാലെ അങ്ങനെ പതുക്കെ ഞാൻ പോലും അറിയാതെ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. ഒരു തെറ്റായ തീരുമാനം, ഒരു വ്യക്തി, ഒരു വ്യാജ വാഗ്ദാനം എന്നിവയ്ക്ക് വർഷങ്ങളുടെ കഠിനാധ്വാനത്തെയും വിശ്വാസത്തെയും സ്ഥിരതയെയും എങ്ങനെയാണ് ഇങ്ങനെ ഉലയ്ക്കാൻ കഴിയുക എന്ന് ചിന്തിച്ച് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായ ദിവസങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്നെ ഈ അവസ്ഥയിലാക്കിയ ആ വ്യക്തിയോട് ഞാൻ ഒന്നേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു സ്വപ്നം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഓരോ സംരംഭകന് പിന്നിലും ഉത്തരവാദിത്തങ്ങളും വികാരങ്ങളും സമ്മർദ്ദങ്ങളും കുടുംബവും വർഷങ്ങളുടെ കഠിനാധ്വാനമുള്ള ഒരു യഥാർത്ഥ മനുഷ്യനുണ്ട്. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് അപ്രത്യക്ഷനായിട്ടുണ്ടാകാം, പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു കൊടുങ്കാറ്റാണ് അവശേഷിപ്പിച്ചു പോയതെന്ന് നിങ്ങൾക്കൊരു ഊഹവുമില്ല. നിങ്ങൾക്കും അമ്മമാരും സഹോദരിമാരും കസിൻസും അമ്മായിമാരും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബമുണ്ട്. നാളെ അവരും സ്വന്തം നിലയിൽ എന്തെങ്കിലും ചെയ്യാനും സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാനും ആഗ്രഹിച്ചേക്കാം. അങ്ങനെ ഒരാളെ മറ്റാരെങ്കിലും ഇതേപോലെയുള്ള മാനസിക, വൈകാരിക, സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിട്ടാൽ എങ്ങനെയുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ പേരിനൊപ്പം ഒരു കുടുംബവും അതിൻ്റെ ആഘാതങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പേരുവിവരങ്ങൾ പരസ്യമാക്കാത്തത്. വെറും ഒരു ദേഷ്യത്തിൻ്റെയോ വികാരത്തിൻ്റെയോ പുറത്ത് മറ്റൊരാളെ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ ഒരിക്കൽ എന്നെ കെട്ടിപ്പടുത്തതാണ്. ആവശ്യമെങ്കിൽ ഇനിയും ഞാൻ അത് ചെയ്യും. ഈ ഘട്ടം എന്നെ പലവിധത്തിൽ തകർത്തു കളഞ്ഞു, പക്ഷേ ഉള്ളിൽ ഞാൻ എത്രത്തോളം വലിയ കരുത്ത് ചുമക്കുന്നുണ്ടെന്ന് അത് എനിക്ക് കാണിച്ചു തന്നു.